നമസ്കാരം. പത്മരാജൻ സീരീസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമ 1978 പത്മരാജൻ തിരക്കഥ എഴുതി മോഹൻ സംവിധാനം ചെയ്ത ശാലിനി എന്റെ കൂട്ടുകാരി എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. ഈ സിനിമയേക്കാൾ കൂടുതൽ ഈ സിനിമയിലെ ഒരു പാട്ടായിരിക്കും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ ഭരതൻ പത്മരാജൻ കോംബോ പോലെ അത്ര ശ്രദ്ധിക്കപ്പെട്ട ഒരു കോമ്പിനേഷൻ അല്ല പത്മരാജൻ മോഹൻ കൂട്ടുകെട്ട്. വളരെ അണ്ടർറേറ്റഡ് ആണ്. ഇവർ ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പിന്നാലെ പറയാം. അത്തരത്തിലൊരു കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഉഗ്രൻ സിനിമയാണ് ശാലിനി എൻ്റെ കൂട്ടുകാരി. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ എടുത്തു പറയേണ്ടത് ഈ സിനിമയിലെ ശാലിനി എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ ശോഭ എന്ന അതുല്യ കലാകാരിയെ പറ്റിയാണ്. ഞാൻ ഇതുവരെ കണ്ട സിനിമകളിൽ ഇത്രയും നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കുട്ടി ഒന്ന് പെട്ടെന്ന് ഡ്രസ് ചെയ്ത് വരും. അത് തുടങ്ങാൻ കഴിയാതെ പോയതിൽ നിരാശയുണ്ടോ? ഇന്നത് എനിക്ക് സ്കൂളിൽ വെച്ചോണ്ട് പോകാനുള്ളതാ. ഞാൻ പറഞ്ഞില്ല എന്നെ വിടരുമെന്ന്. അകാലത്തിൽ പൊലിഞ്ഞ ശോഭ എന്ന അതുല്യ കലാകാരിക്ക് പ്രണാമം. ഈ പാട്ടിലാണ് മോഹൻ എന്ന സംവിധായകന്റെ ബ്രില്യൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കോളേജ് പാർട്ടിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ പാട്ട് വേറെ എവിടെയും എടുത്തിട്ടില്ല. ആ കോളേജിന്റെ ആ പശ്ചാത്തലം തന്നെയാണ് ഈ പാട്ട് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ യാതൊരുവിധ ബോറടി ഇല്ലാണ്ടാണ് സംവിധായകൻ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആ പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. പിൽക്കാലത്ത് ഈ പാട്ടിന്റെ അൺപ്ലഗ്ഡ് വേർഷൻ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ശോഭ, ജലജ, വേണുനാഗവള്ളി ഇവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ കഥയിലേക്ക് വന്നാൽ ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് സിനിമ. ഇതിൽ കൂടുതൽ സിനിമയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, കാരണം അത് സ്പോയിലറായി പോകും. MD രാജേന്ദ്രന്റെ വരികൾക്ക് G ദേവരാജൻ മാസ്റ്ററാണ് ഈണം പകർന്നിരിക്കുന്നത്. ഛായാഗ്രഹണം U രാജഗോപാൽ. അപ്പോൾ പത്മരാജൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ശാലിനി എൻ്റെ കൂട്ടുകാരി. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. പുതിയൊരു പത്മരാജൻ പടമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.